എടാ ഈ വീഡിയോ കാണുന്ന മെജോറിറ്റി കുട്ടികളും എക്സാമിന്റെ തലേന്ന് അങ്ങനെയൊക്കെ എക്സാം അടുപ്പിച്ച് അങ്ങനെ കാണുന്ന കൂടുതൽ പേര് അങ്ങനെ കാണുന്നേക്കാരം. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീഡിയോയില് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഈ എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ എക്സാം കിടക്കുമ്പോ ഇന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഇത് കഴിയോ, ഞാൻ പഠിച്ചത് എനിക്ക് ഇത്ര മാർക്ക് കിട്ടോ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് കഴിഞ്ഞ് എനിക്ക് പേപ്പർ കിട്ടുമ്പോ ഈ മാഷ് എന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, ഈ മാഷിന്റെ ധാരണ എങ്ങനെയാവോ, അല്ലെങ്കിൽ ക്ലാസ്സിൽ അവൾ എന്ത് വിചാരിക്കും എന്റെ ഈ മാർക്കിന്, അല്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്റെ ഈ മാർക്ക് എന്ത് വിചാരിക്കും, എന്തെങ്കിലും വിചാരിക്കോ, അങ്ങനൊക്കെ സെൽഫ് ഡൗട്ട് ആയിക്കാണ്. അതായത് നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് സംശയിക്കേണ്ട വരുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടായിക്കാരം എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവം, എനിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പഠിക്കാം, എനിക്ക് എവിടെ എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു സാഹചര്യമാവുക. പിന്നെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അതായത് എന്റെ പേരൻസ് എനിക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നെ എനിക്ക് എന്നിട്ട് പഠിക്കാൻ പറ്റണില്ല, ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇത്രയും നേരം പഠിച്ചു, എനിക്ക് ഒരു കാര്യമില്ല, ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഫസ്റ്റ് അങ്ങനെയുള്ള കുട്ടികളോട് പറയാം, അതായത് ഞാൻ പഠിച്ചിട്ട് ഇത്രയും കുറെ ടൈം പഠിച്ച്, അതായത് അത് വല്ലാത്തൊരു അവസ്ഥയില് ഇത്രയും കുറെ ടൈം പഠിച്ച് ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് പഠിക്കില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴാ പഠിക്കണത്, നിങ്ങൾ പഠിക്കണ സമയം എങ്ങനെ. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ ഉറക്കം ഒഴിച്ച് പഠിക്കാതിരിക്കാം. അതായത് ഉറങ്ങുന്നത് നമ്മളെ അതായത് നമ്മളെ മെമ്മറി പവർ ഉറങ്ങിയാലേ കൂടുള്ളൂ. നമ്മള് പഠിച്ചതൊക്കെ മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഉറങ്ങണം. അതുകൊണ്ട് ഉറക്കം കളയാതെ നിങ്ങൾ പഠിക്കാം. പിന്നെ പൊതുവെയുള്ള ധാരണയാണ് ഫുൾ മാർക്ക് നേടിയാലേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. അതായത് അങ്ങനൊന്നുമില്ല. പൊതുവെയുള്ള മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം ഒരു ധാരണയും, ഫുൾ മാർക്ക് നേടിയാൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ, അത് വെറുതെയാണ്. അതായത് നിങ്ങൾ പല ബിസിനസ്മാൻ ആവട്ടെ, ഇപ്പൊ നിലവിലുള്ള അവരൊക്കെ എന്ത് ചെയ്യാം, അവര് വിദ്യാഭ്യാസമൊക്കെ ഒരു മിനിമം വിദ്യാഭ്യാസമൊക്കെ അവർക്കുള്ളൂ. പക്ഷെ അവർക്ക് എന്താ വേണ്ടത്, അവർക്ക് പ്രധാനമായിട്ടും മാനസികാവസ്ഥ. അതായത് ഒരു ബിസിനസ് ഞാൻ കൊണ്ടുപോവാണെങ്കിൽ എന്താ വേണ്ടി, എനിക്ക് എന്താ വേണ്ടി, ഈ ബിസിനസ് ഇന്ന് നല്ല റൺ ചെയ്ത് നല്ല പ്രോഫിറ്റ് ആയി പോകേണ്ട ഈ ബിസിനസ്, നാളെ വലിയൊരു ലോസ് വന്നാൽ എന്ത് ചെയ്യണം, എന്റെ മാനസികാവസ്ഥ തളരാതെ ഞാൻ അതിന് മുന്നേറണം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്ക് വേണ്ടത്. അതായത് ഒരാൾ പഠിച്ച് നല്ല 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 വലിയൊരു നിലയിലെത്താം, അങ്ങനല്ല. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നല്ലൊരു മനുഷ്യനാവും. നല്ലൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ എന്ത് നേടിയെടുക്കാം നല്ലൊരു മനുഷ്യനായ. അതായത് നിങ്ങളിപ്പോ ഒരു എപ്പോഴും ഉണ്ടാകും നമ്മളെ മാനസികാവസ്ഥ ഉണ്ടാകും. അതായത് ഒരാൾ പറ്റിച്ചിട്ട് നമുക്ക് ഉറപ്പ് വേണ്ട, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാം. അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈഫില് ഒരിക്കലും നിങ്ങൾക്ക് തടസ്സം ഉണ്ടാവില്ല എന്നല്ല, നിങ്ങൾക്ക് വലിയ ലൈഫിൽ ഇനി വരാൻ പോണ വലിയ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എക്സാമിന് കഴിഞ്ഞുള്ള കാര്യം എന്താ വെച്ചാൽ, എക്സാമിന് അവനെന്ത് വിചാരിച്ചു എനിക്കെന്താ, ഞാൻ പഠിച്ചാൽ മാത്രമേ എനിക്ക് കാര്യമുള്ളൂ. അതായത് അവളെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവനെന്ത് വിചാരിച്ചു, അതിലൊന്നുമില്ല കാര്യം. ഞാൻ പഠിച്ചാലേ എനിക്ക് കാര്യമുള്ളൂ. അതായത് പഠിച്ച കാര്യമുള്ള പഠിച്ചാൽ നമുക്ക് ആകെ ഉള്ളത് ഒരു ആയുധം മാത്രമാണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ നമുക്ക് ഒരു ആയുധമായിട്ട് യൂസ് ചെയ്യാം ഈ നമ്മളെ എഡ്യൂക്കേഷൻ. ലൈഫില് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആവശ്യം വരും. അതായത് പഠിക്കാത്തവരേക്കാളും ചിലപ്പം വേറെ എന്തെങ്കിലും സ്കില്ലില് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ തോന്നിയാൽ പട്ടിപ്പണി എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഒപ്പം വേറെ എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാം. അല്ലെങ്കിൽ പഠിപ്പിലൂടെ തന്നെ എനിക്കൊരു ജോലി കിട്ടണം, അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും നടക്കൂല. അപ്പോ പരീക്ഷന്റെ തലേന്നൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. പിന്നുള്ളതാണ് ഇന്ത്യയിലാറ് മാർക്കിന് ഇപ്പന് കൂടും. അതായത് ഇന്റെ മാർക്കിലാറ് കൂടി ഈ ചങ്ങായിക്ക് കൂടും, എന്റെ സുഹൃത്തിന് ഇന്റെ മാർക്കിലാറ് മാർക്ക് കൂടും. അതായത് ഇവർക്ക് മാർക്ക് കൂടിയാൽ നമുക്ക് പോസിറ്റീവായി എടുക്കാം. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഒപ്പമുള്ളവരൊന്നും പഠിക്കൂല, അപ്പൊ നമ്മളും പഠിക്കണം. നമ്മളെപ്പോഴും പഠിക്കണം കുട്ടികളെ പറഞ്ഞാല് നല്ല ചീത്ത പഠിക്കാത്ത കുട്ടികളെ മോശം കുട്ടികളെന്നല്ല. അതായത് ഈ പഠിക്കുന്ന കുട്ടികളോട് നമ്മള് ഇപ്പോ ചില ക്ലാസ്സിലൊക്കെ നമ്മൾ പോയ കാണാണ്, ഒരു പഠിക്കണ ഒരു മിഡിൽ ലെവല്, ഒരു ആവറേജ് അല്ലെങ്കിൽ ടോപ്പ് ലെവല്. ഈ ടോപ്പ് ലെവലൊക്കെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ, ഈ മിഡിൽ ലെവൽ ഒരു കൂട്ടം സുഹൃത്തുക്കള്, അതിന്റെ ആവറേജ് വേറെ സുഹൃത്തുക്കൾ. അങ്ങനല്ല, നമ്മുടെ ക്ലാസ്സിൽ എല്ലാരോടായിട്ടും
മിങ്കിളാവുക. അതായത് ഈ പഠിക്കാത്ത കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്ക്, ഈ ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ്, അവർക്ക് ഇനി എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാ ഇനി എന്തൊക്കെ അവരെന്തൊക്കെ ചെയ്യണം, അവരെ പോസിറ്റീവ് എന്താണ്, ഇനി അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, അവർക്ക് അവരെ മാനസികാവസ്ഥ എന്തൊക്കെയാണ് പഠിക്കുമ്പോൾ, അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുക. അതായത് ഈ എത്ര വലിയ പ്ലാറ്റ്ഫോമിന്റെ ക്ലാസ്സുകൾ കേട്ടാൽ അവർക്കൊക്കെ എന്തുണ്ട്, പോരായ്മകളുണ്ട്. അപ്പൊ നിങ്ങൾ ഇറങ്ങി ജീവിതം പഠിക്കുക. അതായത് ഒരു കുട്ടി നല്ല പഠിക്കുന്നുണ്ടെങ്കിൽ അയാളെ എന്തൊക്കെ അയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, അയാൾ മോശം ആയിട്ടുണ്ടെങ്കിൽ അയാൾ എന്തൊക്കെ മിസ്റ്റേക്ക് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. ഇപ്പൊ രാത്രി കാണുമ്പോൾ കുറെ കുട്ടികൾ എന്താണ്, ഞാൻ പഠിക്കണോ, അതായത് ഇപ്പൊ 10 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 2 ചാപ്റ്റർ പഠിക്കാൻ സമയമുണ്ട്, ഞാൻ അത് പഠിച്ചിട്ട് കാര്യമില്ല, ഈ 2 ചാപ്റ്റർ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ടീച്ചറോട് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചാൽ ഈ ടീച്ചർ ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കാം, ഈ സംശയം ചോദിച്ചാൽ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വരുമ്പോ എന്റെ മാർക്ക് പറഞ്ഞാൽ ഈ ടീച്ചർ എന്തേ കഥ എനിക്ക് ബുദ്ധിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും എന്നുള്ള സംശയം ഉണ്ടാവും. അങ്ങനെ ടീച്ചർമാർ പൊതുവെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കണം എന്താ വെച്ചാല് നമ്മളൊക്കെ നല്ലൊരു മനുഷ്യനാവണം. അതായത് നമ്മൾ സ്കൂൾക്ക് പോകണെന്താ, ഒരുപാട് പഠിക്കുക, അല്ലെങ്കിൽ മലമറിച്ചിന് ആ വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് അങ്ങനത്തെ കാര്യം. നമ്മൾ സ്കൂളിൽ പോകണെന്താ വെച്ചാല് നമ്മളെങ്ങനെ സമൂഹത്തിനോട് ഇടപെടണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നല്ല സ്വഭാവം ഉണ്ടാക്കണം, ടീച്ചർ നല്ലൊരു വ്യക്തി ആവാനാണ് നമ്മൾ സ്കൂൾക്ക് പോകണം. അല്ലെ പഠിച്ച് മലമറിച്ച് അങ്ങനത്തെ ഒരു സംഭവമല്ല. പൊതുവെ നിങ്ങൾ പേരൻസിനോടൊക്കെ പറയേണ്ട കാര്യമാണ്, സ്കൂളിൽ പോകണ നല്ലൊരു വ്യക്തിയാവണം. ഒരാൾക്ക് നല്ലൊരു വ്യക്തിയാവണം, അവന് സ്കൂളിൽ പോയ സക്സസ് ആണ്. അല്ലാതെ നല്ല പഠിച്ച് നല്ല ഫുൾ A+ വാങ്ങി അങ്ങനത്തെ കാര്യം. ഒരാൾക്ക് ഒരു ആദ്യമായിട്ട് ഒരു ക്വാളിറ്റി പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ്. അതായത് നല്ല വ്യക്തി പറഞ്ഞാൽ നല്ല വ്യക്തി പറഞ്ഞാൽ നല്ല ഷൂവും കോട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരു നല്ല വ്യക്തിയാവില്ല. നല്ല വസ്ത്രം ധരിക്കുക, നല്ല വസ്ത്രം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ കമ്പനിയുടെ നല്ല വസ്ത്രം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ നല്ല വസ്ത്രം, അങ്ങനല്ല. മോശം, അതായത് ചളി കുടിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ അങ്ങനത്തെ നടത്താം. ഇപ്പൊ നമുക്ക് നമ്മുടെ സാഹചര്യം മോശമാണെങ്കിൽ ചിലപ്പോ അങ്ങനെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ചിലപ്പോ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പൊ അയാൾ എന്താണ്, അയാൾ നല്ല മനുഷ്യനാണ്. പിന്നെയുള്ള പഠിക്കാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അതായത് സ്കൂളിൽ തന്നെ ഇനിയിപ്പോ എന്താ, ഇനി പഠിക്കാം, എന്നാ ചായ അടിച്ചിട്ട് പഠിക്കാം, ചായ അടിച്ചു കഴിഞ്ഞു അപ്പോഴേക്കാരം ആരെയും കളിച്ച, അപ്പൊ അതിന് കുറച്ചേരം കളിച്ചിട്ട് പഠിക്കാം. പിന്നെന്താ, പിന്നെ കുറച്ചേരം റീല് കാണാം, യൂട്യൂബ് ഒന്ന് കാണാം. യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചോ ബെസ്റ്റ് സ്റ്റഡി ടിപ്സ് എന്നൊക്കെ അങ്ങനെ അടിക്കും. എന്നിട്ട് അങ്ങനെ ഇരുന്ന് കാണും. അങ്ങനെ കുറെ സമയം പോകും. എന്നിട്ടൊരു കുറച്ച് സമയം ഇറ്റൊക്കെ ആയി കഴിഞ്ഞാല് പഠിക്കണ്ടേ, എന്നിട്ട് പേജ് മറിച്ചു ഇതൊക്കെ പാടെ പഠിച്ചതൊന്നും കഴിയൂല. അങ്ങനെ വന്നവരേക്കാരം മെജോറിറ്റി കുട്ടികളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോ എക്സാമിന് പഠിക്കല് നമ്മൾ ഒരീസെങ്കിലുള്ള ലൈഫിൽ പഠിക്കാതിരിക്കാൻ മതി. അതായത് നമുക്ക് ഓരോ ആൾക്കാർക്കും ബെസ്റ്റ് ടൈം ഉണ്ടാവും. ആ ബെസ്റ്റ് ടൈം കണ്ടെത്തുക. അതിനനുസരിച്ച് നിങ്ങളിപ്പോ ഈ പേജ് മൊത്തം, ഈ ചാപ്റ്റർ മൊത്തം എനിക്കൊന്ന് പഠിച്ചിടുക, അങ്ങനെയല്ല. എനിക്ക് 2 പേജിൽ നിന്ന് വായിച്ചിട്ട് ഞാനൊന്ന് റിവിഷൻ ചെയ്ത് പഠിക്കും. പിന്നെ എപ്പോഴും ഇരുന്നുകൊണ്ട് പഠിക്കാതിരിക്കുക. ഇരുന്നുകൊണ്ട് പഠിക്കുമ്പോ എന്താ വെച്ചാല് നമ്മുടെ ബോഡി നമ്മൾ കെടുക്കുമ്പോഴൊക്കെ എന്താ, നമ്മുടെ മൈൻഡിക്ക് എന്താ വരുന്നത്, അതായത് നമ്മുടെ ബോഡി ഉറങ്ങാൻ തയ്യാറാവാണ്, അങ്ങനെയാണ് നമ്മുടെ മൈൻഡിക്ക് വരുന്നത്. അതുകൊണ്ട് ഇരുന്ന് പഠിക്കുമ്പോ ഒരു 25-20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക, കുറച്ചേരം നടന്ന് പഠിച്ച് ഇടയ്ക്കൊന്ന് മുഖം വാഷ് ചെയ്യുക. അപ്പോഴൊക്കെ നമ്മളെ ഉറക്കത്തിനെ ഒരു മാക്സിമം ഉറക്കം വെച്ച് പഠിക്കാനല്ല, ചിലപ്പം ചില അതായത് ഇന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ പബ്ലിക് എക്സാം ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ മാക്സിമം രാവിലെ ഒക്കെ ഭയങ്കര ടയേർഡേക്കാരം. അപ്പൊ എന്താ ചെയ്താല് ഒരു കാപ്പിയൊക്കെ കുടിച്ച് മാക്സിമം നമ്മൾ ഉണർന്നിരിക്കാൻ ശ്രമിക്കാം. പിന്നെ എക്സാമിന് മുമ്പ് എല്ലാവരും കുളിച്ച് നല്ല വൃത്തി ഇസ്തിരിയൊക്കെ ഇട്ട്, ഇപ്പൊ നമ്മൾ ചാപ്റ്റർ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല, പബ്ലിക് എക്സാമിന്റെ കാര്യമല്ല കേട്ടാ, മറ്റേ ഓണം ക്രിസ്മസ് ആ എക്സാം ഒക്കെ ഉണ്ടാവില്ല, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് നല്ല വൃത്തി, നമ്മൾ എപ്പോഴും നീറ്റായി നല്ല വൃത്തിയിൽ നമുക്ക് ക്ലാസ്സിൽ പ്രവേശിക്കാം. അപ്പോൾ നല്ല പോസിറ്റീവായി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യും. ഇപ്പൊ കുറെ പ്രശ്നങ്ങള് ഒരാൾക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്കും എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാനില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഓരോരുത്തരായിട്ട് ഞാൻ പോയി വിചാരിക്കണം, എനിക്ക് ഇത്ര പ്രശ്നമുണ്ട്, അതായത് ഇന്ന് അങ്ങനെ സംഭവിച്ചു, ഇന്ന് എന്റെ റവന്യൂ ഭയങ്കര കുറവാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, മാക്സിമം അതിന്റെ ഒപ്പം ഞാൻ എന്ത് വിചാരിക്കും, എനിക്ക് ഇനി ഇത് എങ്ങനെ കൂട്ടണം, എന്റെ ക്യാപിറ്റൽ കൂട്ടണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ മാക്സിമം നമ്മൾ പ്രവർത്തിക്കും. ചിലപ്പോ എന്ത് ചെയ്യും, ചിലപ്പോ ഈ പ്രശ്നമൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത പ്രശ്നം ഉണ്ടാവാം. വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഒരു കല്യാണത്തിന് നല്ല വൃത്തിയിൽ മാറ്റുമായിരിക്കും, ലാസ്റ്റ്
ഷൂ ഇടാൻ നോക്കുമ്പോ ഷൂ നായി കടിച്ചു കൊണ്ടേക്കും. അപ്പൊ നിങ്ങളെ മാനസികാവസ്ഥ എന്തെങ്കിലും അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മളെന്ത് ചെയ്യാം, നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം അതൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഒന്നും എല്ലാവർക്കും എല്ലാവരും കറക്റ്റ് ആവില്ല. മാക്സിമം നിങ്ങളെ പറ്റണം നിങ്ങൾ ശ്രമിക്കാം. അതായത് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്ത് വിചാരിക്കും, അതിലൊന്നും വാട്ടവർ ഇതിലൊന്നും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായ ഞാൻ പറഞ്ഞ മനസ്സിലാവേണ്ടത് പ്രതീക്ഷിക്കണേ. ഇപ്പോ ഇവളെന്ത് വിചാരിക്കും, ഇവൾക്ക് പിന്നെ എന്നോട് എന്തെങ്കിലും വിചാരിക്കോ, അതായത് ഇതിനെ കുറിച്ച് ഞാൻ അങ്ങനെ പഠിക്കാത്ത ഒരാളാണ് അങ്ങനെയൊക്കെ വിചാരിക്കോ. അത് ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വേറെ എക്സ്ട്രീം ലെവലിൽ എത്തിക്കും. ഇത് ഒരു മിനിമം ലെവലിൽ നിൽക്കുന്ന കുട്ടികളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഓവർ തിങ്ക് ചെയ്യണമെങ്കിൽ അതി പീക്ക് പോയിക്കും. പിന്നെ ഓവർ തിങ്ക് ഒക്കെ ഒഴിവാക്കാം. ഓവർ തിങ്ക് ഒഴിവാക്കണമെങ്കിൽ മാക്സിമം നിങ്ങള് സെൽഫ് ലവ് ആവാ. അതായത് എന്റെ ജീവിതം സ്വന്തം കാര്യം ചിന്താവെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയും. അതായത് അവനാന്റെ കാര്യം മാത്രം നോക്കി പോണ ആൾക്കാർ അങ്ങനെ ആവാതിരിക്കാം. അതായത് ഒരാൾക്ക് പെട്ടെന്ന് ഇത് ഒരു ചങ്ങായി വിളിക്കണം, രാത്രി വിളിക്കാണ്, എടാ പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവാണെങ്കിൽ പെട്ടെന്ന് പോയി അവർക്ക് വേണ്ട അതൊക്കെ ചെയ്തു കൊടുക്കാം. അതായത് നാളെ എനിക്ക് നാളെ ഇത് സംഭവിക്കാം, നാളെ നമുക്കൊരു ഇത് സംഭവിച്ചാൽ അങ്ങനെയൊക്കെ വിളിച്ചാൽ ചങ്ങായിമാരോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി നെയ്ബേഴ്സ് അങ്ങനെ അവരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ അതെല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് ഒരു പഠിക്കാത്ത ഒരു കുട്ടി നമ്മളടുത്ത്, ഒരു പഠിക്കാത്ത കുട്ടി അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലൊക്കെ വന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കണം. അതായത് അപ്പൊ ഒരു പഠിക്കുന്ന കുട്ടി ഒരു പഠിക്കാത്ത കുട്ടി പഠിക്കുന്ന കുട്ടിനോട് വന്ന് സംശയം ചോദിക്കണം. അവിടെ ഇതെങ്ങനെ, എനിക്കറിയില്ല, അങ്ങനല്ല. നമുക്ക് ആ കുട്ടി ഒരാൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണത്തോളം നമ്മൾ സ്വന്തമായിട്ട് പഠിയാണ്. നിങ്ങളുടെ വെറുതെ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനല്ല നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വെറുതെ ഈ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, അതായത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു, വെറുതെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞ് വായിച്ച് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒരുപാട് കണ്ടോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഇത്ര ഒരു നോളജ് ഈ വിഷയത്തിനെ കുറിച്ച് ഇത്ര ഉണ്ട്. ഇപ്പൊ ഇതിലാറ് കുറച്ചും കൂടി പഠിച്ച എനിക്ക് ഇതിലാറ് കുറച്ചും കൂടി പഠി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ വീഡിയോ ഒന്നാമത് ലോങ് ആയി. നിങ്ങൾ പരീക്ഷന്റെ തലേന്നൊക്കെ കാണുമ്പോൾ മാക്സിമം നിങ്ങളെ പിന്നെ മാർക്കിൽ ഒരിക്കലും നിങ്ങൾ ഭാവി നിശ്ചയിക്കില്ല. ഭാവി നിശ്ചയിക്കാറാല് എന്റെ ഭാവി എനിക്ക് ഇത്ര മാർക്ക് കിട്ടില്ല അതുകൊണ്ട് എന്റെ ഭാവി പോയി, അങ്ങനത്തെ ഒരു കാര്യമില്ല. നമ്മളെ സമൂഹം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത്ര മാർക്ക് കിട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തില് ഒരു കാര്യമില്ല. അതായത് മാർക്ക് കിട്ടിയാലും മാർക്ക് കുറഞ്ഞാലൊന്നും നമ്മളെ സമൂഹത്തിൽ ആരും വിജയിക്കാതിരുന്നിട്ട് ആരും തോറ്റു പോയിട്ടില്ല. അതായത് നമ്മളൊരു മാനസികാവസ്ഥയാണ്. അതായത് ഇന്ന് രാത്രി ഇത് പഠിക്കാൻ പറ്റും, ആ ഒരു മാനസികാവസ്ഥ വേണ്ടി ചിലപ്പം നമ്മൾ പഠിച്ചു കഴിയില്ല എന്നുണ്ടല്ലോ, നമുക്കൊരു നല്ലൊരു മാനസികാവസ്ഥ ആണ്. അതായത് എനിക്കിത് പഠിച്ചാൽ പറ്റും, പഠിച്ചാൽ ഇത് തീരും, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ വേണ്ടി. അപ്പൊ വീഡിയോ ഒരുപാട് ലെങ്ത് പോകണ്ടേ, അപ്പൊ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.